അപ്പോൾ 4-ാമത്തെ സ്കന്ധത്തിൽ പുരുഷാർത്ഥങ്ങൾ, ആ പുരുഷാർത്ഥങ്ങളുടെ കഥയിലേക്ക് പ്രവേശിക്കാം. അർത്ഥ പുരുഷാർത്ഥം വെച്ച് തുടങ്ങാം നമുക്ക്. അർത്ഥം എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി, സുരക്ഷാബോധം, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനെ ഉണ്ടാക്കിയെടുക്കാം, ജീവൻ നിലനിർത്താൻ വേണ്ടി. അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് സർവൈവൽ. അതാണല്ലോ ആദ്യം എല്ലാവരും നോക്കുക അല്ലേ. ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് വേണോ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാം. സെക്യൂരിറ്റി, നമ്മൾ വേറൊരു ഭാഷയിൽ പറയണമെങ്കിൽ റോട്ടി കപ്പട മക്കാൻ, കഴിക്കാൻ ഭക്ഷണം വേണമല്ലോ, അല്ലെങ്കിൽ ശരീരം നിലനിർത്തി പോവുമോ? ഇല്ല. കഴിച്ചു കഴിഞ്ഞു ഇനി ഇരിക്കാൻ വല്ല സ്ഥലം വേണം, ചുറ്റുപാടിൽ നിന്ന് നമുക്കൊരു തടസ്സമൊന്നും ഉണ്ടാവാൻ പാടില്ല. തടസ്സം ഉണ്ടെങ്കിൽ അപ്പോഴും ജീവന് അപകടമാണല്ലോ. അപ്പം കപ്പട, റോട്ടി, മക്കാൻ. പിന്നീടോ ഇപ്പം തണുപ്പ് സീസൺ അല്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ വസ്ത്രം എടുത്ത് വിടും അല്ലേ. അപ്പം കപ്പട മക്കാൻ, റോട്ടി കപ്പട, താമസിക്കാൻ അല്ല ഇടാൻ വസ്ത്രം, താമസിക്കാൻ ഒരു സ്ഥലം മക്കാൻ. അത് കഴിഞ്ഞിട്ടോ ഇനി കൂടുതലാകാം അല്ലേ, വസ്ത്രം ഇടുന്നു, നീ വസ്ത്രം അലക്കണ്ടേ ഇല്ലേ, അപ്പോൾ വസ്ത്രത്തിൻ്റെ സെക്യൂരിറ്റി നോക്കണം അല്ലേ. ആദ്യം വസ്ത്രമാകുന്ന സെക്യൂരിറ്റി, പിന്നെ സെക്യൂരിറ്റിയുടെ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ മേടിക്കുന്നു, വസ്ത്രം കഴുകാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ മേടിക്കുന്നു. പിന്നെ വാഷിംഗ് മെഷീൻ്റെ സെക്യൂരിറ്റി നോക്കണമല്ലോ. അതെന്താണ് വാഷിംഗ് മെഷീൻ്റെ സെക്യൂരിറ്റിക്ക്? ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് ഫ്ലക്ച്വേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ, അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റെബിലൈസർ മേടിച്ച് വയ്ക്കും അല്ലേ, അതിനൊരു സെക്യൂരിറ്റി, അതിനുള്ള ഇൻഷുറൻസ്. അപ്പോൾ സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ കാറ് മേടിക്കുന്നു, അതിന് സെക്യൂരിറ്റി, അതിന് ഇൻഷുറൻസ്. അപ്പോൾ കൂടുതൽ സൗകര്യം പെടുമ്പോൾ അത് കാമപുരുഷാർത്ഥത്തിൽ പെടും. ഇത് ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെയുണ്ടോ അതൊക്കെ അർത്ഥപുരുഷാർത്ഥത്തിൽ വരും. അപ്പം അർത്ഥം എന്ന് പറയുമ്പോൾ പുറത്താണ്, മനസ്സിൻ്റെ പുറത്താണ്. കാമപുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ അർത്ഥം കഴിഞ്ഞു, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നീടോ ഇനിയാണ് വരുന്നത് സുഖഭോഗങ്ങൾ, ഐശ്വര്യങ്ങൾ, കംഫർട്ട്സ്, ലക്ഷറി, അതൊക്കെ വരും അല്ലേ. പക്ഷേ അത് ആ കംഫർട്ട് ലക്ഷറിയൊക്കെ തോന്നുന്നത് എവിടെയാണ്? മനസ്സിലാണല്ലോ അല്ലേ. ഇല്ലേ, മനസ്സിലല്ലേ തോന്നുന്നത്. ചിലർക്ക് പല സുഖ സൗകര്യങ്ങൾ ഉണ്ടാവും, പക്ഷേ മനസ്സ് ശരിയില്ലെങ്കിലോ അതൊന്നും ഉണ്ടായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല. ചിലർക്ക് ഒന്നുമില്ല എന്നാലും ഒരു സുഖമുണ്ട് ഉള്ളിൽ, എല്ലാം മനസ്സിലാണല്ലോ അല്ലേ. അപ്പം അർത്ഥപുരുഷാർത്ഥം ബാഹ്യത്തിലാണ്, കാമപുരുഷാർത്ഥം അനുഭവപ്പെടുന്നത് മനസ്സിലാണ്. പക്ഷെ ഇതിന് രണ്ടിനും അടിസ്ഥാനം എവിടെയായിരിക്കണം? ബുദ്ധിയിൽ, ധർമ്മപുരുഷാർത്ഥത്തിലായിരിക്കണം. ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് അർത്ഥ കാമ പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കണം. അല്ലെങ്കിലോ ധർമ്മം എവിടെ ഇല്ലയോ അവിടെ എന്തുണ്ടാവും? അധർമ്മമല്ലേ. ധർമ്മം ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? അധർമ്മം. അപ്പോൾ ധർമ്മം വേണമല്ലോ. ധർമ്മം എവിടെ വേണം? ബുദ്ധിയിൽ വേണം. അപ്പം അർത്ഥം പുറത്ത്, കാമം മനസ്സിൽ. നമ്മുടെ അർജുനൻ്റെ പാർത്ഥസാരഥി ആയപ്പം ഭഗവാൻ തേര് തെളിച്ചു അല്ലേ. അപ്പോൾ അവിടെ ഭഗവാൻ പാർത്ഥസാരഥി, ബുദ്ധിയാകുന്ന പാർത്ഥസാരഥി. അതേപോലെ നമ്മുടെ ഉള്ളിലും ബുദ്ധിയിൽ എന്തുണ്ടാവണം? ധർമ്മബോധം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ധാർമ്മികമാവുള്ളൂ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനുള്ളൂ, എവിടെ ഭഗവാനുണ്ടോ അവിടെ ജയമുള്ളൂ അല്ലേ. അതുകൊണ്ട് ഇത് മൂന്നും ഓർക്കണേ. അർത്ഥം പുറത്ത്, കാമം മനസ്സിൽ, ധർമ്മം എവിടെയായിരിക്കണം? ബുദ്ധിയിൽ. ഇനി അർത്ഥ പുരുഷാർത്ഥത്തിൻ്റെ കഥ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ധ്രുവൻ്റെ ചരിത്രത്തിലൂടെയാണ്. ഭാഗവതത്തിൽ ആദ്യം അർത്ഥപുരുഷാർത്ഥം അല്ല എടുക്കുന്നത്. ഇവിടെ ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് ദക്ഷ പ്രജാപതിയുടെ കഥയാണ്. പക്ഷെ നമുക്ക് ഒരു വ്യത്യാസം വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് ആദ്യം ധ്രുവൻ്റെ ചരിത്രത്തിലേക്ക് വരാം. ധ്രുവൻ്റെ ചരിത്രത്തിലേക്ക് വരുന്നതിന് മുൻപ് സ്വായംഭുവ മനു, നമ്മൾ കഴിഞ്ഞ സ്കന്ധത്തിൽ നമ്മൾ കണ്ടു. സ്വായംഭുവ മനു ശതരൂപ, ബ്രഹ്മാവിൽ നിന്നും ഉണ്ടായതാണല്ലോ അവർ. ബ്രഹ്മാവിൻ്റെ ശരീരം തന്നെ രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് സ്വായംഭുവ മനുവായി തീർന്നു, ഒന്ന് ശതരൂപ ദേവിയായി തീർന്നു. അവർ രണ്ടുപേരും പരസ്പരം മേളിച്ചു. അവയിൽ നിന്നുമാണ് എല്ലാ സൃഷ്ടികളും ഉദ്ഭവിച്ചിരിക്കുന്നത്. എന്ത് വേണേ ആയിക്കോട്ടെ, മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും സർപ്പങ്ങളാണെങ്കിലും ദാനവന്മാരാണെങ്കിലും ഗന്ധർവന്മാരാണെങ്കിലും എല്ലാവരുടെയും ഉദ്ഭവം അവരിൽ നിന്നുമാണല്ലോ. അപ്പം ഈ സ്വായംഭുവ മനു ശതരൂപാവിൻ്റെ രണ്ട് പുത്രന്മാർ, ഒന്ന് പ്രിയവ്രതൻ, രണ്ടാമത്തത് ഉത്താനപാദൻ. പ്രിയവ്രതൻ്റെ ചരിത്രം ഇനി അടുത്ത സ്കന്ധത്തിൽ വരും, 5ാമത്തെ സ്കന്ധത്തിൽ. ഉത്താനപാദൻ്റെ ചരിത്രമാണ് ഈ ഒരു സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്താനപാദ മഹാരാജാവിന് 2 പത്നിമാർ. മൂത്ത പത്നി സുനീതി, രണ്ടാമത്തെ പത്നി സുരുചി. രണ്ടുപേർക്കും പുത്രന്മാരുണ്ടല്ലേ. സുനീതിയുടെ പുത്രൻ്റെ പേര് ധ്രുവൻ, സുരുചിയുടെ പുത്രൻ്റെ പേര് ഉത്തമൻ.
ഉത്തമൻ. ഇനി ഈ കഥ അവിടെ നിൽക്കട്ടെ. ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അല്ലേ. ഉത്താനപാദൻ, ഉത്താനപാദൻ, പാദം മുകളിലിരിക്കുന്നു അല്ലേ, തല കുത്തി നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. തല കുത്തി നിൽക്കുക അല്ലേ. ശീർഷാസനം നമ്മൾ യോഗയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ശീർഷാസനം. നമ്മളെല്ലാവരും പാദത്തിലാണല്ലോ നടക്കുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ചിലരൊക്കെ ഉണ്ട് തല കുത്തി നടക്കും, തല വെച്ചുകൊണ്ട് നടക്കും, കാല് മുകളിൽ. എന്തുകൊണ്ടാണ് ഉത്താന മഹാരാജാവിന് കാല് മുകളിൽ തല താഴെ വന്നത്? എന്തുകൊണ്ട്? 2 ഭാര്യമാരുണ്ടെന്ന് പറഞ്ഞുവല്ലോ നമ്മൾ. ഒന്ന് സുനീതി, രണ്ടാമത്തത് സുരുചി. 2 മാർഗങ്ങളെ നമ്മുടെ എല്ലാ ജീവന്മാരുടെയും മുന്നിൽ 2 മാർഗങ്ങൾ എപ്പോഴും തുറന്നു കിടക്കുന്നു. കഠോപനിഷത്തിൽ യമധർമ്മരാജൻ നചികേതസ് എന്ന കൊച്ചു കുട്ടീൻ്റെ അടുത്ത് പറയാണ്, എല്ലാവരുടെയും മുന്നിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ശ്രേയോ മാർഗം, ഒന്ന് പ്രേയോ മാർഗം. ശ്രേയോ മാർഗത്തിന് ദ പാത്ത് ഓഫ് ഗുഡ് എന്നാണ് പറയുന്നത്. പ്രേയോ മാർഗത്തിന് ദ പാത്ത് ഓഫ് പ്ലസൻറ്റ് എന്നാണ് പറയുന്നത്. നല്ലത് എന്ന് തോന്നുന്നത് നല്ലതാവണം എന്നില്ലല്ലോ അല്ലേ. നമുക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അതിന് പ്ലസൻറ്റ് എന്ന് പറയുന്നു. പക്ഷേ നമുക്ക് എന്താണോ ഹിതകരം അതിന് ദ പാത്ത് ഓഫ് ഗുഡ്, ശ്രേയസ് എന്ന് പറയുന്നു. അപ്പം 2ഉം നമ്മുടെ മുന്നിലുണ്ട്. ഏതിനെയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഗതി. ഉത്താനപാദ മഹാരാജാവിൻ്റെ ജീവിതത്തിലും 2ഉം ഉണ്ട്. ശ്രേയോ മാർഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ആര്? സുനീതി. പ്രേയോ മാർഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു സുരുചി. എന്താണ് പ്രേയോ മാർഗം? സുരുചി. രുചിക്കാണ് കൂടുതൽ പ്രാധാന്യം, രുചിക്കാണ് കൂടുതൽ പ്രാധാന്യം. അത് നല്ലതാണോ ഇല്ലയോ അതൊന്നും നോക്കില്ല അല്ലേ. 5 ഇന്ദ്രിയങ്ങൾ വഴിയും എനിക്ക് രുചി, എന്ത് രസമുള്ള ഭക്ഷണമാണ്, കഴിക്കാം. വയറ് പറയുന്നു അയ്യോ മതി ഞാനിപ്പോൾ പൊട്ടും, അത് പറ്റില്ല. നാവ് പറയുന്നു വേണം, അടിച്ചകത്തെ കയറ്റും അല്ലേ. പക്ഷെ ആർക്കാ ബുദ്ധിമുട്ട് വരിക പിന്നീട്? വയറിനാണല്ലോ അല്ലേ. ഒന്നില്ലെങ്കിൽ താഴോട്ടുകൂടി പോകും, അല്ലെങ്കിൽ മുകളിലൂടെ വരും. ഡെർ എന്ന് പറഞ്ഞ് ലൂസ് മോഷൻ, അല്ലെങ്കിൽ ഡെർ എന്ന് പറഞ്ഞ് ഛർദിൽ, വമനം എന്ന് പറയും നമ്മളല്ലേ. വമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഛർദിക്കാം. 2 വരും. ആർക്കാ അപ്പം പ്രശ്നം വരുന്നത്? അവരവർക്ക് തന്നെയല്ലേ. പക്ഷേ താത്കാലികമായ സുഖത്തിനെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നതിനെയാണ് സുരുചി. രുചിക്കാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷെ ശ്രേയോ മാർഗത്തിലോ സുനീതിയാണ്, സുഷ്ടു നീതി, നിയമങ്ങൾക്കാണ്, ധർമ്മത്തിനാണ് കൂടുതൽ, ചിട്ടകൾക്കാണ് കൂടുതൽ ജീവിതത്തിൽ പ്രാധാന്യം. പക്ഷെ ഉത്താനപാദ മഹാരാജാവ് ആർക്ക് പ്രാധാന്യം കൂടുതൽ നൽകി? സുരുചിക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്താനപാദം, തല തിരിഞ്ഞ് നടക്കുന്നു. രുചിക്കാണ് കൂടുതൽ പ്രാധാന്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്ത് നോക്കണം, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിൻ്റെയും രുചിക്ക് പിന്നാലാണ് നമ്മൾ പോകുന്നത്, അതോ നീതി ധർമ്മത്തിൻ്റെ പിന്നാലെ, ഹിതത്തിൻ്റെ പിന്നാലെ എന്താണോ പോകുന്നത്? പക്ഷെ എപ്പോഴും ഹിതം എന്താണോ അത് ആദ്യം ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ അവസാനം സുഖം തരും നമുക്ക്. ഭഗവത്ഗീതയിൽ ഭഗവാൻ 18ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പലതരം സുഖങ്ങളെ പറ്റി പറയുന്നുണ്ട്. സാത്വിക സുഖം, രാജസിക സുഖം, തമോ ഗുണസുഖം, ഗുണാതീതമായിട്ടുള്ള സുഖം, അതിനെ പറ്റി പറയുന്നുണ്ട്. ശ്രേയോ മാർഗം, നല്ല മാർഗം, സാത്വിക സുഖം എങ്ങനെയാണ്? ആദ്യമൊക്കെ നമുക്ക് തോന്നും ബുദ്ധിമുട്ടാണ്. നമ്മൾ ആധ്യാത്മിക മാർഗത്തിൽ തന്നെ നോക്കിക്കോളൂ. പൂജ, ജപം, ധ്യാനമൊക്കെ നമ്മൾ ചെയ്യണം. രാവിലെ എണീറ്റ് നമ്മൾ നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ കുളിക്കുന്നു, എന്നിട്ട് സുഖമായിട്ടിരുന്ന് ജപിക്കുന്നു നാമം. ബുദ്ധിമുട്ടാണല്ലോ ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ചെയ്ത് ശീലമാകുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു സുഖം നമുക്ക് കിട്ടുന്നു. പക്ഷേ ആദ്യമേ തന്നെ രാവിലെ എനിക്ക് കുളിക്കണമല്ലോ, വേണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങാം, അതിനാണല്ലോ കൂടുതൽ സുഖം അല്ലേ. നല്ല മെത്തയുണ്ട്, മെത്ത കാണാൻ എന്ത് പഞ്ഞി പോലെയുള്ള മെത്ത, അതിൽ സുഖമായിട്ട് ഒരു തലാണിയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങും അല്ലേ. അപ്പം അതാണ് പ്രേയോ മാർഗം. മറ്റേത് ശ്രേയോ മാർഗം. പ്രേയോ മാർഗത്തിലോ ആദ്യം സുഖം പോലെ തോന്നും, പിന്നീടോ അങ്ങനെ ആയി നമ്മൾ അങ്ങനെ തന്നെ ആയി പോകുമല്ലേ. ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ അങ്ങനെ തന്നെ അലസന്മാരായിട്ട് അങ്ങനെ കിടന്നു പോകും. അപ്പോൾ 2 മാർഗങ്ങൾ. ശരി, ഇനി നമുക്ക് കഥയിലേക്ക് വരാം അല്ലേ. സുരുചിക്കാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ പുത്രനാരാണ്? ഉത്തമൻ. നമ്മൾ സ്മാർട്ടായിട്ട് വരും ലോകത്തിൽ. സ്മാർട്ട്, കണ്ടോ നല്ല സ്മാർട്ടായിട്ട് നടക്കുന്ന കണ്ടോ. പക്ഷേ സുനീതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പുത്രനാരാണ്? ധ്രുവൻ. ധ്രുവൻ എന്ന് പറയുമ്പോൾ എക്കാലം ഉള്ളത്, ഈറ്റേണൽ ഗുഡ് എന്നാണ്. പലർക്കും ഗുഡ് ഇഷ്ടമല്ല അല്ലേ, സ്മാർട്ടാണല്ലോ ഇഷ്ടം. അവൻ കണ്ടോ നല്ല ആളാണ്, പക്ഷെ സ്മാർട്ട്നെസ് പോരാ. അച്ഛനെ നോക്കും നല്ല സ്മാർട്ടായിട്ട് നടക്കുന്നുണ്ട്,
പക്ഷെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ കാണാം ആ സ്മാർട്ടായിട്ടുള്ള ആൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ പൂരം തെറിയായിരിക്കും അല്ലേ, വാ തുറന്നു കഴിഞ്ഞാൽ കണ്ണുരുട്ടി നാവ് നീട്ടി ഉഗ്രരൂപം മാറുന്നിടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആവും അല്ലേ. അപ്പം സ്മാർട്ട് എപ്പോഴും ഗുഡ് ആവണം എന്നില്ല, പക്ഷെ ഗുഡ് എപ്പോഴും നമുക്ക് നല്ലതേ തരുള്ളൂ. സ്മാർട്ട് അങ്ങനെ ആവണമെന്നില്ല. അപ്പം സ്മാർട്ടായിട്ടുള്ളൊരു ഗുഡും ആവാം, അത് വേറെ കാര്യം കേട്ടോ. പറഞ്ഞു വന്നത് രണ്ടുപേരുടെ പുത്രന്മാരുടെ പേരും അതേപോലെ തന്നെ അന്വർത്ഥമായിട്ടുള്ള പേരും. ഉത്താനപാദ മഹാരാജാവിന് ആരോടായിരുന്നു കൂടുതൽ പ്രേമം? സുരുചിയുടെ ആയിരുന്നു അല്ലേ. അപ്പം ഇതിന് മുൻപുള്ള കഥകളൊക്കെ വേറെ പല സംഭവങ്ങളിൽ, വേറെ പല ശാസ്ത്രഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പറയുന്നില്ല. ആദ്യം സുനീതിയെ വിവാഹം കഴിച്ചു, പുത്രൻ ഉണ്ടായില്ല, കുട്ടികളുണ്ടായില്ല, ലാഭം ഉണ്ടായില്ല, അതുകൊണ്ട് സുരുചിയെ കല്യാണം കഴിച്ചു, വിവാഹം കഴിച്ചു. പക്ഷെ പിന്നീട് രണ്ടുപേർക്കും ഒരേ സമയത്ത് ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ആദ്യം സുനീതിയാണ് പ്രസവിച്ചത്, പിന്നീട് സുരുചി. പക്ഷേ രണ്ടാമത്തെ വിവാഹം കഴിച്ചപ്പോൾ സുരുചിക്ക് ഒരു വാക്ക് കൊടുത്തു, ഇങ്ങനെയാണ് നിന്റെ പുത്രന് ഞാൻ രാജ്യാവകാശം തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തായി, ആ ഒരു പേടി ഉള്ളിലുണ്ട്. അങ്ങനെ സുരുചി എന്ത് ചെയ്തു, സുനീതിയെ അടിച്ചടിച്ചടിച്ചടിച്ച് ഒരു മഹത്വമില്ലാതെയാക്കി രാജാവിനെ ദൂരെ കൊണ്ടുപോയി സുനീതിയിൽ നിന്നും. പിന്നീടാണ് നമ്മുടെ മുഴുവൻ കഥ വരുന്നത്. ഇനിയാണ് നല്ല രസകരമായ കഥ. രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തമനും ധ്രുവനും. അപ്പം അച്ഛൻ വന്നപ്പോഴത്തേക്കും ഉത്തമൻ ഓടിപ്പോയിട്ട് അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ ധ്രുവനും പാവം തോന്നുമല്ലോ അല്ലേ, അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കണമെന്ന്. അപ്പോൾ ധ്രുവന് ഓടി വന്നിട്ട് അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ പോയപ്പോഴാണ് അവിടെ തൊട്ടടുത്ത് ആര് നിൽക്കുന്നുണ്ട്? സുരുചി ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സമ്മതിച്ചില്ല. അപ്പോൾ വേണമെങ്കിൽ ഉത്താനപാദ മഹാരാജാവിന് ആശ്രയം നൽകാമായിരുന്നു, പക്ഷെ ചെയ്തില്ല അല്ലേ. അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും എത്ര പ്രാധാന്യം ഉണ്ടെന്നല്ലേ. രണ്ടുപേരുടെ സപ്പോർട്ടും വേണമല്ലോ, ആ സ്നേഹവും വാത്സല്യവും വേണം കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോഴാണ് പറയാൻ പോകുന്നത് എന്താണ്, നിനക്ക് അച്ഛൻ്റെ നൃപാസനം ഇച്ഛസി ചേത്, രാജാവിൻ്റെ മടിയിൽ നിനക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തപസ ആരാധ്യ പുരുഷം, തപസ് കൊണ്ട് നീ പുരുഷനെ ആരാധിക്കണം. എന്നിട്ട് ആ അനുഗ്രഹം പ്രാപിച്ചിട്ട് ഇനി പറയാൻ പോകുന്നതാണ് നല്ല രസകരമായി ചിരിയായിട്ടുള്ളൊരു കാര്യം. എന്താണ്, നീ തപസ് കൊണ്ട് ഭഗവാനെ ആരാധിക്കും, അപ്പോൾ നിനക്ക് അച്ഛൻ്റെ മടിയിലിരിക്കാം. അത്രയും പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ എന്താ പറഞ്ഞത്, തപസ് കൊണ്ട് ഭഗവാനെ ആരാധിച്ചിട്ട് എൻ്റെ ഗർഭത്തിൽ വന്ന് നീ പിറക്കണം എന്ന് പറഞ്ഞു അല്ലേ. രസകരമായ കാര്യം, നമ്മൾ ഗർഭത്തിലേ വരണ്ട, ഈ ജന്മ ജരാ മരണ ആ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പറയാണ് തപസ് കൊണ്ട് ആരാധിച്ചിട്ട് വീണ്ടും ചളിയിൽ പോയി കിടക്കുക അല്ലേ, ഗർഭത്തിൽ വന്ന് പ്രവേശിക്കണം അങ്ങനെ പറയാണ്. വിഷമിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അമ്മയും എന്താ പറയുക, അത്ര മഹതിയായിട്ടുള്ളൊരു അമ്മ എന്ന് പറയാം. അമ്മ പറയാണ്, അമ്മ നമ്മളാണെങ്കിൽ എന്ത് പറയും, സാധാരണ നമ്മൾ പറയില്ല, നിങ്ങൾ പറയില്ല, നമ്മളെല്ലാവരും ആധ്യാത്മിക മാർഗത്തിലാണല്ലോ, നമ്മളെല്ലാവരും ആ ഒരു സാത്വിക ഗുണങ്ങൾ നിറഞ്ഞവരാണ്. പൊതുവേ ജനങ്ങൾ എന്ത് പറയും, കുറ്റം പറഞ്ഞു കൊടുക്കുമല്ലേ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിഷമിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വേണം, അങ്ങനെ അവൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ, അവൻ അങ്ങനെ തന്നെയാണ്, അവൻ കുരുട്ടുബുദ്ധിയാണ്, അവൻ്റെ അച്ഛനും അങ്ങനെയാണ്, അവൻ്റെ അച്ഛൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും നമ്മളിങ്ങനെ പറയുമല്ലേ. പക്ഷേ സുനീതി എന്ത് പറഞ്ഞു, ആ ചിറ്റമ്മ പറഞ്ഞത് ശരി തന്നെയല്ലേ, എന്ത് വേണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്തും നമുക്ക് നേടിയെടുക്കാം. ഇതും ഒരു കാര്യം നമുക്ക് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യം. എന്താണ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അതായത് തപസ് കൊണ്ട് ഭഗവാനെ സംപ്രീതനാക്കിയാൽ എന്തും നേടിയെടുക്കാം. ജീവിതത്തിൽ എന്ത് കാര്യം, പേര്, പുകഴ്, പ്രശസ്തി, വിദ്യാഭ്യാസം, ധനം, എന്ത് വേണമെങ്കിലും ഭഗവത് അനുഗ്രഹത്താൽ നമുക്ക് കിട്ടും. സുനീതി പറയാണ്, ആ പറഞ്ഞത് ശരി തന്നെയാണല്ലോ. പക്ഷെ ആദ്യമൊക്കെ ഒന്ന് നിരുത്സാഹിപ്പിച്ചു, കുഞ്ഞു കുട്ടിയല്ലേ, നീ കളിക്കൂ ഇവിടെയൊക്കെ, അതിനൊക്കെ എന്തിനാണ് നീ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ക്ഷത്രിയ രക്തമാണല്ലോ ഓടുന്നതല്ലേ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ക്ഷത്രിയ രക്തമുണ്ടല്ലേ. ആരെങ്കിലും നമ്മളെ ചീത്ത വാക്കുകൊണ്ടോ എന്തെങ്കിലും പറഞ്ഞ് മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ തോന്നുമല്ലോ, അയ്യോ എന്നാലും അവർ പറഞ്ഞല്ലോ, എനിക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ. അവരെ ചിലപ്പോൾ കുറ്റം പറയില്ലായിരിക്കും, പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടാവും അല്ലേ, ആ സങ്കടം. അതേപോലെ തന്നെയാണ് ആ കൊച്ചു കുട്ടിയുടെ മനസ്സിലുണ്ടായത് ആ ഒരു വിഷമം. അപ്പം എന്ത് ചെയ്തു, ധ്രുവൻ തപസ് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതട്ടെ അല്ലേ. ഇനി എന്താ സംഭവിച്ചേ, ഇനിയാണ് ഒരു സർപ്രൈസ് ഉണ്ടാവാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം.